ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി, ഇതാ പ്ലംബർ ചേട്ടൻ. ഇനി ഞാൻ പൊക്കോട്ടെ? ഇതൊരാശ്രമോ? എവിടെ എന്താ കാര്യം? ആശ്രമത്തില് എന്റെ ഭാര്യക്ക് എന്താ കാര്യം? ഇവിടെ ആരെങ്കിലും കണ്ടാൽ എന്ത് സംഭവിക്കുന്നറിയോ? ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. താൻ എന്റെ ഭാര്യയാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ദയവ് ചെയ്ത് ഇവിടുന്ന് വരും. ഞാൻ ഇവിടെ നല്ലൊരു ഉദ്ദേശത്തിലാ വന്നിരിക്കുന്നത്. എവിടെയെങ്കിലും എന്നെ ഉപദ്രവിക്കായിരുന്നൂടെ? എടോ, ഞാൻ തന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതം കാണിച്ചിട്ടാ, അല്ലാതെ സന്യസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കിനി ഒന്നും വേണ്ട. ഞാനിനി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിനി എന്നും ഇവിടെ തന്നെ ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഇനി എനിക്കൊരു മടക്കമില്ല. എങ്കിൽ ഞാനങ്ങ് പോവാം. പക്ഷെ നാളെ നേരം വിളങ്ങുമ്പോ താൻ കണിമംഗലത്തേക്ക് വരേണ്ടി വരും. എന്തിന്? ഇന്ന് താൻ പാടിയ കീർത്തനമില്ലേ, അത് നാളെ കണിമംഗലത്ത് വെച്ച് താൻ പാടേണ്ടി വരും, എന്റെ ശവടക്കിന് മുമ്പ്. എന്തൊക്കെ പറയുന്നേ? ഇനി ഈ നിഷേധം സഹിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും ഇനി എന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ജീവിതത്തിൽ നിന്ന് എന്നെ ഒളിച്ചോടാനാ എന്റെ തീരുമാനം. ഇത് ഭീഷണിയൊന്നുമല്ല, ഇതെന്റെ തീരുമാനമാണ്. സന്യാസിയാവാൻ താൻ തീരുമാനിച്ച പിന്നെ ഒരു നിമിഷം ജീവിക്കണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിക്കും. ശരി? എന്തേ? ചാവുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇതല്ലേ തന്റെ ഉള്ളിലെ സ്നേഹം? ഇതൊന്നും പുറത്ത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ. എന്റെ സ്നേഹത്തിൽ നിന്ന് നിനക്കോ നിന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്കോ ഓടി ഒളിക്കാൻ പറ്റില്ല. അത് ദൈവം ചേർത്ത് വെച്ചതാ. അത് ആരെ കൊണ്ടും പിരിക്കാനും പറ്റില്ല. നീ എന്റേതാണ് പെണ്ണേ, എന്നും എന്റേത് മാത്രം.